വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടൻ ഉള്ളിവടയാണ്. ബൗളിലേക്ക് 3 സവാള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത് ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി സവാളയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ച് അത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. സവാള എല്ലാം ഓരോന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇപ്പം ഇതെല്ലാം സവാളയും ഉപ്പും ചേർത്തത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞു. സവാളയും ഉപ്പും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് വേപ്പില അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 3 സ്പൂൺ മൈദ, 3 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ അരിപ്പൊടി, 1 പിഞ്ച് കായം, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതെല്ലാം നന്നായി മിക്സായി കിട്ടും. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ സവാളയും മൈദയും കടലമാവും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉള്ളി വട ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഓരോന്ന് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞെങ്കിൽ നമുക്ക് മറിച്ചിടാം. ഇപ്പം നല്ല കടലമാവിൻ്റെയും മൈദയുടെയും കായത്തിൻ്റെയും സവാളയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിവട നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ക്രിസ്പി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.